ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയെ ഹൃദയപൂർവം ഒരു യാത്ര നടത്താൻ നമുക്കൊരുങ്ങാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ, നാം ഈ നേരത്ത് കടന്നു പോകുന്ന അവസ്ഥകളെ, ആശങ്കകളെ, ഭയങ്ങളെ, നമ്മുടെ പാപാവസ്ഥകളെ, പാപചായ്വുകളെ ഒക്കെ കർത്താവിന് എളിമയോടെ സമർപ്പിച്ച് ഈ യാത്ര നമുക്ക് ആരംഭിക്കാം. ഒരുമിച്ച് മനസ്താപ പ്രകരണം ചൊല്ലാം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ. പ്രാരംഭ പ്രാർത്ഥന. എൻ്റെ കർത്താവായ ഈശോ മിശിഹായേ, വാക്കുകളാൽ വർണ്ണിക്കാനാവാത്തത്ര സ്നേഹത്തോടെ എനിക്ക് വേണ്ടി ഈ യാത്ര പൂർത്തിയാക്കി അങ്ങ് മരണത്തെ പുൽകി. എന്നാൽ എത്രയോ വട്ടം നന്ദിയില്ലാതെ ഞാൻ അങ്ങയെ ഉപേക്ഷിച്ചു കളഞ്ഞു. എന്നാൽ ഇപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങയെ വേദനിപ്പിച്ച ഓരോ നിമിഷത്തെയും ഓർത്ത് ഞാൻ അങ്ങയോട് ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. എൻ്റെ ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ. ഈ യാത്രയിൽ അങ്ങയെ അനുഗമിക്കാൻ എന്നെ അനുവദിക്കണമേ. എന്നോടുള്ള സ്നേഹത്താൽ അങ്ങ് മരണത്തിലേക്ക് യാത്ര ചെയ്യുന്നു. ഞാനും എൻ്റെ രക്ഷക, അങ്ങയോടുള്ള സ്നേഹത്താൽ ഞാനും എൻ്റെ ജീവൻ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഈശോയെ, അങ്ങയോട് ചേർന്ന് എല്ലായ്പ്പോഴും ജീവിക്കാനും മരിക്കാനും ഞാനിതാ തയ്യാറായിരിക്കുന്നു. ക്രൂശിൽ പിടയും തനയൻ ചാരേ നിന്നകലാതൊരു നിമിഷം പോലും മറിയം മിഴിനീർ തൂകി. ഒന്നാം സ്ഥലം. പീലാത്തോസ് ഈശോയെ മരണത്തിന് വിധിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ചമ്മട്ടിയടിയേറ്റ് മുൾക്കിരീടം അണിയിക്കപ്പെട്ട ഈശോ മിശിഹായെ പീലാത്തോസ് അന്യായമായി കുരിശു മരണത്തിന് വിധിച്ചതിനെ നമുക്ക് ധ്യാനിക്കാം. എൻ്റെ ആരാധ്യനായ ഈശോയെ, പീലാത്തോസ് ആയിരുന്നില്ല, ഞാനായിരുന്നു. എൻ്റെ പാപങ്ങളായിരുന്നു അങ്ങയെ കുരിശു മരണത്തിന് വിധിച്ചത്. വേദന നിറഞ്ഞ അങ്ങേ കാൽവരി യാത്രയുടെ യോഗ്യതയാൽ എൻ്റെ ആത്മാവിൻ്റെ നിത്യതയിലേക്കുള്ള യാത്രയിൽ എന്നെ സഹായിക്കണമെന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ട ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്നേക്കാൾ അധികമായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ വേദനിപ്പിച്ച ഓരോ നിമിഷത്തെയും ഓർത്ത് ഹൃദയപൂർവം ഞാൻ അനുതപിക്കുന്നു. എന്നെന്നും അങ്ങയെ സ്നേഹിക്കാൻ എനിക്ക് കൃപ നൽകണമേ. അവിടുത്തെ ഹിതം പോലെ എന്നോട് വർത്തിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.
ദുഃഖത്തിൽ പങ്കിട്ടെന്നും ഓമന മകനുടെ വേദന എന്നോ വാൾമുനയാണോ ഹൃത്തിനുള്ളിൽ. രണ്ടാം സ്ഥലം, ഈശോ തൻ്റെ കുരിശു ചുമക്കുന്നു. ഈശോ മിശിഹായേ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. നമ്മെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് താൻ അനുഭവിക്കാനിരിക്കുന്ന മരണം നമുക്ക് വേണ്ടിയുള്ള പരിഹാര ബലിയായി പിതാവിന് സമർപ്പിച്ചുകൊണ്ട് തിരുത്തോളിൽ ഭാരമേറിയ കുരിശുമായി ഈ വഴിയെ നടന്നുപോയ ഈശോയെ നമുക്ക് ധ്യാനിക്കാം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയെ, മരണം വരെയും എനിക്കായി അങ്ങ് സഹിക്കാനായി നിശ്ചയിക്കപ്പെട്ടിരുന്ന എല്ലാ സഹനങ്ങളെയും ഞാൻ ആഞ്ഞ് പുൽകുന്നു. കുരിശു വഹിച്ചുള്ള അങ്ങയുടെ യാത്രയിൽ അങ്ങ് അനുഭവിച്ച യാതനകളുടെ യോഗ്യതയാലെ അങ്ങയുടെ പരിപൂർണ സമാധാനത്തോടും പരിത്യാഗത്തോടും കൂടെ എൻ്റെ കുരിശുകൾ സംവഹിക്കാൻ എന്നെയും സഹായിക്കണമേ. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എൻ്റെ ഈശോയെ. അങ്ങയെ വേദനിപ്പിച്ചതിനെ ഓർത്ത് ഞാൻ അനുതപിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി അങ്ങയിൽ നിന്ന് അകന്നു പോകാൻ എന്നെ അനുവദിക്കരുതേ. എന്നെന്നും അങ്ങയെ സ്നേഹിക്കാൻ എനിക്ക് കൃപ നൽകണമേ. അവിടുത്തെ ഹിതം പോലെ എന്നോട് വർത്തിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ലോകത്തിനുടയോനാം പുത്രൻ തന്നെ മഹിമയെഴുന്നൊരു ജനനീ നിന്നഴലിൻ പര്യായം പോൽ നീ. മൂന്നാം സ്ഥലം, ഈശോ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായേ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ ആദ്യമായി വീണതിനെ നമുക്ക് ധ്യാനിക്കാം. ചമ്മട്ടിയടിയേറ്റപ്പോഴും മുൾമുടി ധരിപ്പിച്ചതിനാലുണ്ടായ മുറിവുകളിൽ നിന്ന് ഒരുപാട് രക്തം വാർന്നു പോയതിനാലും അതീവ ദുഃഖിതനായ ഈശോ അവിടുത്തേക്ക് നടക്കാൻ പോലും സാധിക്കുന്നില്ല. എന്നിരുന്നാലും അവിടുത്തേക്ക് തൻ്റെ തോളിൽ ഭാരമേറിയ കുരിശ് വഹിക്കേണ്ടിയിരുന്നു. പട്ടാളക്കാർ അതിക്രൂരമായി അവിടുത്തെ പ്രഹരിക്കുമ്പോൾ അനവധി തവണ തൻ്റെ കുരിശുമായി ഈശോ നിലത്തു വീണു. എൻ്റെ പ്രിയപ്പെട്ട ഈശോയെ, അവിടുത്തെ ഇത്രയധികം വേദനിപ്പിച്ചത് കുരിശിൻ്റെ ഭാരമായിരുന്നില്ല, എൻ്റെ പാപങ്ങളുടെ ഭാരമായിരുന്നു. ആദ്യമായി നിലത്തു വീണപ്പോൾ അങ്ങ് അനുഭവിച്ച വേദനകളുടെ യോഗ്യതയാ മാരക പാപങ്ങളിൽ വീഴാതെ എന്നെ സംരക്ഷിക്കണമേ. എൻ്റെ ഈശോയെ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ വേദനിപ്പിച്ചതിനെ ഓർത്ത് ഞാൻ ഖേദിക്കുന്നു. മേലിൽ അങ്ങയെ വേദനിപ്പിക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ. എന്നെന്നും അങ്ങയെ സ്നേഹിക്കാൻ എനിക്ക് കൃപ നൽകണമേ. അവിടുത്തെ ഹിതം പോലെ എന്നോട് വർത്തിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ
രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. തനുവും മനവും നൊന്തൊരു മരണം പുൽകും തൻ തിരുസുതനുടെ അരികിൽ മിഴി തോരാതെ കരയുന്നു മൂകം. 4-ാം സ്ഥലം. ഈശോ തൻ്റെ വ്യാകുലയായ അമ്മയെ കാണുന്നു. ഈശോ മിശിഹായേ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാൽവരിയിലേക്കുള്ള യാത്രയിൽ ഈശോ തൻ്റെ അമ്മയെ കണ്ടുമുട്ടിയതിനെ നമുക്ക് ധ്യാനിക്കാം. ഈശോയും മറിയവും പരസ്പരം നോക്കി. പരസ്പരം അത്രമേൽ ആർദ്രമായി സ്നേഹിച്ച ആ ഹൃദയങ്ങളെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന അസ്ത്രങ്ങൾ പോലെ ആ നോട്ടം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയെ, ഈ കൂടിക്കാഴ്ചയിൽ അവിടുന്ന് അനുഭവിച്ച വേദനയുടെ യോഗ്യതയാൽ അവിടുത്തെ പരിശുദ്ധ മാതാവിനോട് അതീവ ഭക്തിയുള്ളവരായിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കഠിന ദുഃഖത്തിൽ മുങ്ങിയ എൻ്റെ അമ്മേ, പരിശുദ്ധ രാജ്ഞി അവിടുത്തെ പ്രാർത്ഥനകളാൽ തൻ്റെ ദിവ്യകുമാരൻ്റെ പീഠാനുഭവത്തിനെക്കുറിച്ചുള്ള ആഴമേറിയതും ശാശ്വതവുമായ ഓർമ്മ എന്നിൽ എന്നും നിലനിൽക്കാനുള്ള കൃപ വാങ്ങിത്തരണമേ. പ്രിയപ്പെട്ട ഈശോയെ, എല്ലാറ്റിനും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ വേദനിപ്പിച്ചതിനെ ഓർത്ത് ഞാൻ അനുതപിക്കുന്നു. മേലിൽ അങ്ങയെ വേദനിപ്പിക്കാൻ എന്നെ അനുവദിക്കരുതേ. എന്നെന്നും അങ്ങയെ സ്നേഹിക്കാൻ എനിക്ക് കൃപ നൽകണമേ. അവിടുത്തെ ഹിതം പോലെ എന്നോട് വർത്തിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നോവിൻ കടലാഴങ്ങളിൽ മുങ്ങി പ്രിയമാതാവിൻ നിലയതു കാൺകെ മിഴിനീരണിയാതാരേ ഉലകിൽ. 5-ാം സ്ഥലം. ഈശോയുടെ കുരിശു ചുമക്കാൻ ശിമയോൻ സഹായിക്കുന്നു. ഈശോ മിശിഹായേ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ എത്രയോ ക്ഷീണിതനും ദുർബലനുമായിരുന്നെന്ന് ധ്യാനിക്കുക. ഓരോ ചുവടിലും അവിടുന്ന് മരണാസന്നനായ അവസ്ഥയിലായിരുന്നു. അപമാനകരമായ കുരിശുമരണം അവിടുന്ന് അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതിനാൽ ഈശോ വഴിയിൽ വെച്ച് മരിച്ചു പോയേക്കുമോ എന്ന് അവർ ഭയന്നു. ഈശോയുടെ കുരിശ് ചുമക്കുവാൻ കവറീൻകാരനായ ശിമയോനെ അവർ നിർബന്ധിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ഈശോയെ, ഞാൻ ഒരിക്കലും കുരിശിനെ നിരസിക്കുകയില്ല. ഞാനതിനെ സ്വീകരിക്കുകയും ആശ്ലേഷിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് എനിക്കായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മരണം, അതിൻ്റെ എല്ലാ വേദനകളോടും കൂടെ ഞാൻ സ്വീകരിക്കുന്നു. അവിടുത്തെ മരണത്തോട് ചേർത്ത് വെച്ച് ഞാനതിനെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. എന്നോടുള്ള സ്നേഹത്താൽ അങ്ങ് മരിച്ചു. അങ്ങയെ പ്രസാദിപ്പിക്കാൻ അങ്ങയോടുള്ള സ്നേഹത്താൽ ഞാനും മരിക്കും.
അവിടുത്തെ കൃപയാൽ എന്നെ സഹായിക്കണമേ. എൻ്റെ പ്രിയ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ വേദനിപ്പിച്ചതിനാൽ ഞാൻ അനുതപിക്കുന്നു. മേലിൽ അങ്ങയെ വേദനിപ്പിക്കാൻ എന്നെ അനുവദിക്കരുതേ. എന്നെന്നും അങ്ങയെ സ്നേഹിക്കാൻ എനിക്ക് കൃപ നൽകണമേ. അവിടുത്തെ ഹിതം പോലെ എന്നോട് വർത്തിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. തീപോൽ സഹനച്ചോടേറ്റൊരുകും നിന്നുടെ ഹൃത്തിൽ വേദന കാൺകെ നെഞ്ചുരുകാത്തൊരു മാനവനുണ്ടോ? ആറാം സ്ഥലം. വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായേ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഭക്തയായ വെറോനിക്കായുടെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുക. മുഖമാകെ രക്തവും വിയർപ്പും ഒലിച്ചിറങ്ങിയ ഈശോയുടെ ദയനീയ അവസ്ഥ കണ്ട് അവൾ ഈശോയുടെ മുഖം തുടയ്ക്കുന്നു. ആ വസ്ത്രത്തിൽ ഈശോ തൻ്റെ തിരുമുഖത്തിൻ്റെ ഛായ പതിക്കുകയും ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഈശോയെ, ഈ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് അങ്ങയുടെ മുഖം എത്രയോ സുന്ദരമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയുടെ മുഖം രക്തത്താലും മുറിവുകളാലും വിരൂപമാക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ആത്മാവും മാമോദീസായിൽ അവിടുത്തെ കൃപാവരം സ്വീകരിച്ചപ്പോൾ അതിമനോഹരമായിരുന്നു. എന്നാൽ എൻ്റെ പാപങ്ങളാൽ ഞാനതിനെ വികൃതമാക്കി. പഴയ സൗന്ദര്യത്തിലേക്ക് എൻ്റെ ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരുവാൻ എൻ്റെ രക്ഷക അവിടുത്തേക്ക് മാത്രമേ കഴിയൂ. അവിടുത്തെ പീഠാനുഭവത്തിൻ്റെ യോഗ്യതയാൽ എൻ്റെ ആത്മാവിൻ്റെ സൗന്ദര്യം വീണ്ടെടുക്കണമേ. അവിടുത്തെ ഹിതം പോലെ എന്നോട് വർത്തിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ജനതയുടെ പാപം പോക്കാൻ പീഡനമേൽക്കും സുതനുടെ വദനം നിന്നിറ കണ്ണിൽ നൊമ്പരമേറ്റി. ഏഴാം സ്ഥലം. ഈശോ രണ്ടാം പ്രാവശ്യം നിലത്തു വീഴുന്നു. ഈശോ മിശിഹായേ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ തൻ്റെ കുരിശുമായി താഴേക്ക് വീഴുന്നതിനെ ധ്യാനിക്കാം. ഭാരമേറിയ കുരിശ് അവിടുത്തെ മേലേക്ക് വീഴുന്നു. ശിരസിലും ദേഹം മുഴുവനിലും അവിടുത്തേക്കുണ്ടായിരുന്ന മുറിവുകളിലെ വേദന അതികഠിനമായി. അസഹനീയമായ വേദന
അവിടുന്ന് അനുഭവിക്കുന്നു. ഏറ്റവും സൗമ്യനായ എൻ്റെ ഈശോയെ, എത്രയോ തവണ അവിടുന്ന് എന്നോട് ക്ഷമിച്ചിരിക്കുന്നു. എന്നിട്ടും വീണ്ടും ഞാൻ എത്രയോ തവണ വീഴുകയും അങ്ങയെ വേദനിപ്പിക്കുകയും ചെയ്തു. രണ്ടാം പ്രാവശ്യം വീണപ്പോൾ അങ്ങ് അനുഭവിച്ച വേദനയുടെ യോഗ്യതയാൽ മരണം വരെ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. എൻ്റെ എല്ലാ പ്രലോഭനങ്ങളിലും അങ്ങയിൽ അഭയം പ്രാപിക്കാൻ ഇടയാക്കണമേ. പ്രിയപ്പെട്ട ഈശോയെ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ വേദനിപ്പിച്ചതിനെ ഓർത്ത് ഞാൻ ഖേദിക്കുന്നു. മേലിൽ അങ്ങയെ വേദനിപ്പിക്കാൻ എന്നെ അനുവദിക്കരുതേ. എന്നെന്നും അങ്ങയെ സ്നേഹിക്കാൻ എനിക്ക് കൃപ നൽകണമേ. അവിടുത്തെ ഹിതം പോലെ എന്നോട് വർത്തിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. തന്നോടെ പൈതൽ ക്രൂശിൽ തനിയെ പ്രാണൻ പിരിയും നിമിഷം കാൺകെ മൂകം നൊന്തു പിടഞ്ഞു ഹൃദയം. എട്ടാം സ്ഥലം, ഈശോ സ്ത്രീകളോട് സംസാരിക്കുന്നു. ഈശോ മിശിഹായേ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. രക്തം വാർന്ന് ദയനീയമായി ഈശോ നടന്നു നീങ്ങുന്നു. കാഴ്ച കണ്ട് കരുണ തോന്നിയ സ്ത്രീകൾ അവിടുത്തെ ഓർത്ത് വിലപിച്ചതിനെ ധ്യാനിക്കുക. അവിടുന്ന് അവരോട് പറയുന്നു, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. ദുഃഖഭാരത്താൽ നിറഞ്ഞ എൻ്റെ ഈശോയെ, അങ്ങേക്കെതിരായി ഞാൻ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ഞാൻ വിലപിക്കുന്നു. അവ മൂലം ഞാൻ അർഹനായി തീർന്ന ശിക്ഷാവിധിയെ ഓർത്തല്ല, അതിലുപരി അനന്തമായി എന്നെ സ്നേഹിച്ച അങ്ങേക്ക് എൻ്റെ പാപങ്ങൾ മൂലമുണ്ടായ മനോവേദനയെ ഓർത്താണ് ഞാൻ കരയുന്നത്. നരകത്തെക്കുറിച്ചുള്ള ഭയത്തേക്കാൾ അങ്ങയുടെ സ്നേഹമാണ് എൻ്റെ പാപങ്ങളെ പ്രതി കരയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. എൻ്റെ ഈശോയെ, എന്നേക്കാൾ അധികം ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ വേദനിപ്പിച്ചതിനെ ഓർത്ത് ഞാൻ ഖേദിക്കുന്നു. മേലിൽ അങ്ങയെ വേദനിപ്പിക്കാൻ എന്നെ അനുവദിക്കരുതേ. എന്നെന്നും അങ്ങയെ സ്നേഹിക്കാൻ എനിക്ക് കൃപ നൽകണമേ. അവിടുത്തെ ഹിതം പോലെ എന്നോട് വർത്തിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സ്നേഹത്തിൻ തെളിനീരുറവേ, നീ എന്നാത്മാവിനെ
സ്പർശിക്കണമേ അലിയട്ടെ ഞാൻ നിൻ ഹൃദയത്തിൽ. 9-ാം സ്ഥലം. ഈശോ 3-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായേ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ 3-ാം പ്രാവശ്യം നിലത്ത് വീണതിനെ ധ്യാനിക്കാം. അവിടുന്ന് അതീവ ദുർബലനായിരുന്നു. അവിടുത്തെ കൊലപ്പെടുത്താൻ കൊണ്ടുപോകുന്നവരുടെ ക്രൂരതയാകട്ടെ അതിര് കടന്നതും. നടക്കാൻ അല്പം പോലും ശക്തിയില്ലാതിരുന്നിട്ടും വേഗത്തിൽ നടക്കാൻ അവിടുത്തെ അവർ നിർബന്ധിച്ചു. പീഡിതനായ എൻ്റെ ഈശോയെ, കാൽവരി യാത്രയിൽ അവിടുന്ന് അനുഭവിച്ച തളർച്ചയോർത്ത് എന്നെ അങ്ങയിൽ നിന്നകറ്റാൻ കാരണമാകുന്ന ജഡമോഹങ്ങളെയും മനുഷ്യപ്രീതിക്കു വേണ്ടിയുള്ള അമിതമായ ആഗ്രഹത്തിൻ്റെ പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ വേണ്ട ശക്തി എനിക്ക് നൽകണമേ. ഈശോയെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ വേദനിപ്പിച്ചതിനെ ഓർത്ത് ഞാൻ ഖേദിക്കുന്നു. മേലിൽ അങ്ങയെ വേദനിപ്പിക്കാൻ എന്നെ അനുവദിക്കരുതേ. എന്നെന്നും അങ്ങയെ സ്നേഹിക്കാൻ എനിക്ക് കൃപ നൽകണമേ. അവിടുത്തെ ഹിതം പോലെ എന്നോട് വർത്തിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. തവ ഹൃദയം പോലെന്നുടെ ഹൃത്തും മുരുകി തെളിയട്ടെ. നിൻ സുതനോടുള്ളൊരു സ്നേഹച്ചൂടാലെന്നും. 10-ാം സ്ഥലം. ഈശോയുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നു. ഈശോ മിശിഹായേ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയുടെ ഘാതകർ അതിക്രൂരമായി അവിടുത്തെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തതിനെക്കുറിച്ച് ധ്യാനിക്കാം. അവിടുത്തെ ശരീരത്തോട് ഒട്ടിച്ചേർന്നിരുന്ന വസ്ത്രങ്ങൾ ക്രൂരമായി വലിച്ചു കീറിയെടുത്തപ്പോൾ അവിടുത്തെ മാംസഭാഗങ്ങൾ കൂടി ഉരിഞ്ഞെടുക്കപ്പെട്ടു. അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട നമ്മുടെ കർത്താവിനോട് നമുക്ക് ഏറ്റുപറയാം. നിഷ്കളങ്കനായ എൻ്റെ ഈശോയെ, വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവിടുന്ന് അനുഭവിച്ച ദുസ്സഹമായ വേദനയോർത്ത് ലോകവസ്തുക്കളോടുള്ള എൻ്റെ എല്ലാ ആസക്തികളും എന്നിൽ നിന്ന് ഉരിഞ്ഞു മാറ്റാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ സ്നേഹത്തിന് ഏറ്റവും യോഗ്യനായ അങ്ങയിൽ ഞാൻ എൻ്റെ മുഴുവൻ സ്നേഹവും അർപ്പിക്കട്ടെ. എൻ്റെ ഈശോയെ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ വേദനിപ്പിച്ചതിനെ ഓർത്ത് ഞാൻ ഖേദിക്കുന്നു. മേലിൽ അങ്ങയെ വേദനിപ്പിക്കാൻ എന്നെ അനുവദിക്കരുതേ. എന്നെന്നും അങ്ങയെ സ്നേഹിക്കാൻ എനിക്ക് കൃപ നൽകണമേ. അവിടുത്തെ ഹിതം പോലെ എന്നോട് വർത്തിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. രക്ഷകനുടെ തിരുമുറിവുകളെല്ലാം ചേർത്തു പിടിച്ചിടണമേ അമ്മേ. പുതിയൊരു ഹൃദയമൊരുക്കണമെന്നിൽ അമ്മേ മാതേ. 11-ാം സ്ഥലം, ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായേ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശിൽ തറയ്ക്കപ്പെട്ട ഈശോയെ ധ്യാനിക്കുക. കുരിശിൽ കൈകൾ വിരിച്ചുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്കായുള്ള തൻ്റെ ബലി, തൻ്റെ ജീവൻ അവിടുന്ന് നിത്യപിതാവിന് കാഴ്ചവെച്ചു. അവർ അവിടുത്തെ കൈകളിലും പാദങ്ങളിലും ആണികൾ തറച്ച ശേഷം കുരിശുയർത്തി അവിടുത്തെ വേദനയിൽ മരിക്കാൻ വിട്ടു. നിന്ദിതനായ എൻ്റെ ഈശോയെ, മേലൊരിക്കലും അങ്ങേ വിട്ടകലാതിരിക്കാനും എന്നെന്നും അവിടുത്തെ സ്നേഹിച്ചുകൊണ്ട് അങ്ങയുടെ ചാരത്ത് ആയിരിക്കാനുമായി എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ കുരിശിലേക്ക് തറച്ചു ചേർക്കണമേ. എന്നേക്കാൾ അധികമായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ വേദനിപ്പിച്ചതിനെ ഓർത്ത് ഞാൻ ഖേദിക്കുന്നു. മേലൊരിക്കലും അങ്ങയെ വേദനിപ്പിക്കാൻ എന്നെ അനുവദിക്കരുതേ. എന്നെന്നും അങ്ങയെ സ്നേഹിക്കാൻ എനിക്ക് കൃപ നൽകണമേ. അവിടുത്തെ ഹിതം പോലെ എന്നോട് വർത്തിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മർത്യഗണത്തിൻ പാപം പോക്കാൻ രക്തം ചിന്തിയ രക്ഷകൻ തന്നോട് കുരിശു വഹിക്കാൻ കൃപയേകണമേ. താങ്ങായി വരണേ. 12-ാം സ്ഥലം, ഈശോ കുരിശിൽ മരിക്കുന്നു. ഈശോ മിശിഹായേ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. 3 മണിക്കൂർ നേരത്തെ കുരിശിലെ ഘോരവേദനകൾക്ക് ശേഷം തൻ്റെ യാഗം പൂർത്തിയാക്കി സ്വശരീരം വിട്ട് തല ചായ്ച്ച് പിതാവിൻ്റെ കൈകളിൽ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് ഈശോ മരിച്ചതിനെ ധ്യാനിക്കുക. മരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈശോയെ, എന്നോടുള്ള സ്നേഹത്താൽ അങ്ങ് ജീവൻ ബലിയർപ്പിച്ച കുരിശിനെ അത്യന്തം സ്നേഹത്തോടെ ഞാൻ ചുംബിക്കുന്നു. എൻ്റെ പാപങ്ങൾ മൂലം ദയനീയമായ ഒരു മരണത്തിന് അർഹനാണ് ഞാനെങ്കിലും അവിടുത്തെ മരണമാണ് എൻ്റെ പ്രത്യാശ. അവിടുത്തെ കുരിശു മരണത്തിൻ്റെ യോഗ്യതയാൽ അങ്ങയോടുള്ള സ്നേഹത്താൽ ജ്വലിച്ചുകൊണ്ട് അങ്ങയുടെ പാദങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മരിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ വേദനിപ്പിച്ചതിനെ ഓർത്ത് ഞാൻ ഖേദിക്കുന്നു. മേലിൽ അങ്ങയെ വേദനിപ്പിക്കാൻ എന്നെ അനുവദിക്കരുതേ. എന്നെന്നും അങ്ങയെ സ്നേഹിക്കാൻ എനിക്ക് കൃപ നൽകണമേ. അവിടുത്തെ ഹിതം പോലെ എന്നോട് വർത്തിക്കണമേ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മാനവരക്ഷയ്ക്കായി തൻ ജീവൻ ബലിയായി നൽകിയ രക്ഷകനായി എന്നും മിഴിനീർ തൂകാനായി വരമേകണമേ. 13-ാം സ്ഥലം. ഈശോയുടെ ശരീരം കുരിശിൽ നിന്നും ഇറക്കപ്പെടുന്നു. ഈശോ മിശിഹായേ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. നമ്മുടെ കർത്താവ് മരിച്ചതിന് ശേഷം അവിടുത്തെ തിരുശരീരം കുരിശിൽ നിന്ന് ഇറക്കപ്പെടുന്നതിനെക്കുറിച്ച് ധ്യാനിക്കാം. അവിടുത്തെ രഹസ്യ ശിഷ്യന്മാരായ ജോസഫും നിക്കോദേമോസും ചേർന്ന് ഈശോയുടെ ശരീരം കുരിശിൽ നിന്ന് ഇറക്കി വ്യാകുലയായ മാതാവിൻ്റെ മടിയിൽ കിടത്തി. വിവരണാതീതമായ നൊമ്പരത്തോടെ അമ്മ അവിടുത്തെ സ്വീകരിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. വ്യാകുലയായ മാതാവേ, അവിടുത്തെ പുത്രനോടുള്ള സ്നേഹത്തെയോർത്ത് എന്നെ അങ്ങയുടെ ദാസനായി സ്വീകരിക്കുകയും അവിടുത്തെ തിരുക്കുമാരനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. എൻ്റെ രക്ഷകനായ ഈശോയെ, അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചതിനാൽ എന്നും അങ്ങയെ സ്നേഹിക്കുവാൻ എന്നെ അനുവദിക്കണമേ. മറ്റൊന്നും എനിക്ക് വേണ്ട, അങ്ങയെ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ട ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ വേദനിപ്പിച്ചതിനെ ഓർത്ത് ഞാൻ ഖേദിക്കുന്നു. മേലിൽ അങ്ങയെ വേദനിപ്പിക്കാൻ എന്നെ അനുവദിക്കരുതേ. എന്നെന്നും അങ്ങയെ സ്നേഹിക്കാൻ എനിക്ക് കൃപ നൽകണമേ. അവിടുത്തെ ഹിതം പോലെ എന്നോട് വർത്തിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നിന്നോടൊപ്പം ക്രൂശിൻ ചോട്ടിൽ ചേരാൻ കരയാൻ പ്രാർത്ഥനയാകാൻ അതിനാണ് ആഗ്രഹമിന്നീ ഭൂവിൽ. 14-ാം സ്ഥലം. ഈശോയുടെ ശരീരം കല്ലറയിൽ സംസ്കരിക്കപ്പെടുന്നു. ഈശോ മിശിഹായേ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയുടെ ശരീരം സംസ്കരിക്കപ്പെടുന്നതിനെക്കുറിച്ച് ധ്യാനിക്കാം. ശിഷ്യന്മാർ അവിടുത്തെ ശരീരം കല്ലറയിലേക്ക് കൊണ്ടുപോയി. പരിശുദ്ധ അമ്മ അവരോടൊപ്പം പോയി സ്വന്തം കൈകളാൽ കല്ലറ ഒരുക്കി. അതിനുശേഷം അവർ കല്ലറ അടച്ച് എല്ലാവരും അവിടെ നിന്ന് മടങ്ങിപ്പോയി. കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട എൻ്റെ ഈശോയെ, അവിടുത്തെ ശരീരം
അടച്ചു വച്ചിരിക്കുന്ന കല്ലിനെ ഞാൻ ചുംബിക്കുന്നു. എന്നാൽ 3-ാം ദിനം അവിടുന്ന് മഹിമ പ്രതാപങ്ങളോടെ ഉയർത്തെഴുന്നേറ്റു. എന്നേക്കും അങ്ങയെ സ്നേഹിക്കാനും സ്വർഗത്തിൽ അങ്ങയോടൊത്ത് ആയിരുന്നു കൊണ്ട് അവിടുത്തെ സ്തുതിക്കാനുമായി അവസാന നാളിൽ അവിടുത്തെ ഉയർപ്പിൻ്റെ യോഗ്യതയാലെ ഞാനും മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ വേദനിപ്പിച്ചതിനെ ഓർത്ത് ഞാൻ അനുതപിക്കുന്നു. എന്നെന്നും അങ്ങയെ സ്നേഹിക്കാൻ എനിക്ക് കൃപ നൽകണമേ. അവിടുത്തെ ഹിതം പോലെ എന്നോട് വർത്തിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. ക്രൂശിക്കപ്പെട്ട ഈശോ മിശിഹായോടുള്ള പ്രാർത്ഥന. ഏറ്റവും നല്ലവനും പ്രിയങ്കരനുമായ ഈശോയെ, സജീവവും ആഴമേറിയതുമായ വിശ്വാസം, പ്രത്യാശ, ഉപവി എന്നിവയും എൻ്റെ പാപങ്ങളോർത്തുള്ള യഥാർത്ഥമായ അനുതാപവും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനുള്ള ഉറച്ച തീരുമാനവും എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമെന്ന് അങ്ങേ തിരുമുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് ഏറ്റവും വിനീതമായി അപേക്ഷിക്കുന്നു. അവിടുത്തെ 5 തിരുമുറിവുകളെക്കുറിച്ച് ഞാൻ ധ്യാനിക്കുമ്പോഴും ആഴമേറിയ കരുണയോടും ദുഃഖത്തോടെയും ഞാൻ അവയെപ്പറ്റിയുള്ള ഓർമ്മയിൽ മുഴുകുമ്പോഴും നല്ല ഈശോയെ, അവിടുത്തെക്കുറിച്ച് ദാവീദ് വളരെ കാലം മുമ്പ് പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുന്നു. അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു. എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി. കർത്താവേ, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി നീ ഏറ്റെടുത്ത ഈ പരിഹാര ബലിയെ ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. നിന്റെ പരിശുദ്ധ സ്ലീവായുടെ അനുഗ്രഹം, നിന്റെ കുരിശുമരണത്തിൻ്റെ തിരുവുത്ഥാനത്തിൻ്റെ കൃപ എന്നിലും എൻ്റെ കുടുംബത്തിലും വെളിപ്പെടട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ ആശീർവാദം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.